ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. നമ്മുടെ കർത്താവ് പല അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അതൊന്നും യഹൂദ പ്രമാണികൾക്ക് വൈരാഗ്യമുണ്ടാക്കിയില്ല. പാപം മോചിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് അവരുടെ രോഷം ജ്വലിപ്പിച്ചു. പക്ഷവാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് യേശു പ്രഖ്യാപിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. മനുഷ്യഹൃദയത്തിൽ പാപമോചന ബോധ്യമുണ്ടാകുന്നത് ഒരത്ഭുതമാണ്. ദൈവത്തിന് മാത്രമേ അത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്ന് യഹൂദന്മാർ വിശ്വസിച്ചു. ഈ അധികാരം തനിക്കുണ്ടെന്ന് യേശു പ്രഖ്യാപിക്കുന്നു. നമ്മുടെ സകല പാപവും ക്ഷമിക്കുവാൻ യേശു പ്രാപ്തനാണ്. കർത്താവ് ചെയ്ത അത്ഭുതങ്ങളിൽ പാപമൊഴിച്ചുള്ള പലതും മനുഷ്യൻ ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ ചെയ്യുന്നുണ്ട്. കുഷ്ഠരോഗികളെ ചികിത്സിച്ച് സൗഖ്യമാക്കുന്നു. പക്ഷവാതക്കാരെയും മരുന്ന് സുഖപ്പെടുത്തുന്നു. എന്നാൽ പാപമോചന ബോധ്യം തരുവാൻ ശാസ്ത്രത്തിന് കഴിവില്ല. അധ്വാനിക്കുന്നവരും പാപഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അരികിൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് യേശു പറഞ്ഞു. യേശുവിനോട് ബന്ധപ്പെട്ടതിൻ്റെ ഫലമായി തങ്ങളുടെ പാപങ്ങൾക്ക് ക്ഷമ കിട്ടിയിരിക്കുന്നതായി വ്യക്തമായ ബോധ്യം ലഭിച്ച അനേകരുണ്ട്. ദുർവൃത്തനായി ജീവിച്ച ശൗൽ പാപക്ഷമയുടെ ബോധ്യം ലഭിച്ചതിൻ്റെ ഫലമായി വിശുദ്ധനായ പൗലോസ് എന്ന പേരിന് അർഹനായി. യേശു തങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്ന ബോധ്യം ലഭിച്ചതിനാൽ മനക്ലേശമില്ലാത്തവരായി ജീവിക്കുന്ന ധാരാളം ക്രിസ്തീയ വിശ്വാസികളുണ്ട്. ഉയർത്തെഴുന്നേറ്റ യേശു തങ്ങളോട് കൂടെ ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ലഭിക്കുന്ന അത്ഭുതകരമായ അനുഭവമാണ് പാപമോചന ബോധ്യം. യേശുവിൻ്റെ സാന്നിധ്യം പാപക്കറയെ ഇല്ലാതാക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 10:43. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.